മേയർ വി രാജേഷിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് അതുപോലെ തന്നെ CPM വന്ന് മുന്നോട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതൊക്കെ പാളിയിരിക്കുകയാണ്. അവിശ്വാസ പ്രമേയമില്ല. അത് പറഞ്ഞ് ശബരിനാഥിനെ നേതാക്കൾ തള്ളുന്നു. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. CPM പറയുന്നു ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, തിരുവനന്തപുരത്തെ ഇപ്പോൾ ശബരി ഉൾപ്പെടെ ശബരി ഒരു MLA ആയിരുന്നു. ഉം. ഇത്തവണത്തെ ഇലക്ഷനിൽ അദ്ദേഹം MLA ആയിരുന്നെങ്കിൽ ഒരു മന്ത്രി ആയിപ്പോയേനെ. പക്ഷേ ശക്തമായി BJPയുടെ ഒരു വരവാണ് തിരുവനന്തപുരത്ത്. അവരങ്ങനെ ശരിക്കും സ്പ്രെഡ് ചെയ്ത് BJP തരംഗമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത്രയ്ക്കും ജന നന്മ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മേയർ ബ്രോ. നമ്മൾ ചുമ്മാ ആൾക്കാരെയൊക്കെ പറയും, പക്ഷെ ഇത് ശരിക്കും മേയർ ബ്രോ തന്നെയാണ്. അല്ലെങ്കിൽ മേയർ മകനാണ്, മേയർ സണ്ണി എന്നൊക്കെ പറയാം. പ്രായമായ ആൾക്കാർക്കൊരു സണ്ണി മകൻ്റെ പോലെയും, അല്ലാത്ത നമ്മളെപ്പോലുള്ളവർക്കൊരു ബ്രോയും ഒക്കെ ആയിട്ട് രാജേഷ് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശബരിക്ക് തോന്നി പറ്റൂല. അത് ആദ്യം എന്ത് ചെയ്തു, CPM എടുത്തിരിക്കുന്ന കാപ്പ ഈ സർക്കാരും രമേശ് ചെന്നിത്തലയുടെ സർക്കാരും അത് അനുകൂലിച്ചു. അതങ്ങോട്ട് മാറ്റിവെച്ചു. കാപ്പ ചുമത്താൻ നിൽക്കുകയാണെങ്കിൽ എത്ര, ഈവൻ രമേശ് ചെന്നിത്തല, VD സതീശൻ, പിണറായി ഉൾപ്പെടെയുള്ള എത്രയോ പേർക്ക് കാപ്പ ഉണ്ടാകണം. ഏ അതൊന്നുമില്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു കൗൺസിലറുടെ മേത്ത് കൊണ്ട് കാപ്പ വയ്ക്കണമെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാപ്പ കേസ് പ്രതിയെ പിടിക്കാൻ ചെല്ലുന്ന പോലെ സ്വന്തം വീട്ടിലേക്കാണ് ചെല്ലുന്നത്, അല്ലാണ്ട് റോഡിൻ്റെ നടുക്കോ ഹൈഡ് ഔട്ടിലോ ഒളിത്താവളത്തിലോ ഒന്നുമല്ല ചെയ്യുന്നത്. അപ്പോഴവർക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 50 പേരാണ് ഉം. BJPക്കുള്ളത്, 29 കൗൺസിലർമാർ CPM. അത് തന്നെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഭരണം പോയതോടുകൂടി അവരുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ കൗൺസിലിലുള്ള ഭരണകൂടം നഷ്ടപ്പെടുക. 45 വർഷമായിട്ട് CPM, അതായത് ഉം. LDF ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ അവിടെ ഒരൊറ്റയടിക്ക് അവരും പോയി, അതായത് സംസ്ഥാന ഭരണത്തിൽ നിന്ന് CPM പോകുന്നു. അതോടൊപ്പം തന്നെ നിറഞ്ഞ് വിലസിയിരുന്ന, അത് നശിപ്പിച്ചത് ആര്യാക്കുഞ്ഞാട്ടോ. അതിന് പിണറായിയെ നമ്മൾ കുറ്റം പറയരുത്. ആര്യക്കുഞ്ഞിന് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ആക്രാന്തം വന്നുപോയി. അവസാനം ഇംഗ്ലണ്ടിലേക്ക് പോയി കാശൊക്കെ കൊടുത്തൊരു കോട്ടൊക്കെ ഇട്ട് ഒരു അവാർഡും മേടിച്ചു കൊടുന്നു. ആ അവാർഡിനൊരു വിലയില്ല, കാശ് കൊടുത്താൽ ആർക്കും കിട്ടുന്നതാണെന്ന് പിന്നെ നമ്മൾ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞു. ഇത്രയും പൈസ അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അത് വേറെ കാര്യം. ഇത് നമ്മുടെ കോൺഗ്രസ് മിനിസ്റ്റർ അന്വേഷിക്കേണ്ടതാണ്. ആരുടെ കാശയിൽ ഈ ആര്യക്കുഞ്ഞ് പോയി. ഒരു മേയറിന് കിട്ടുന്ന ഓണറേറിയം എത്രയാണെന്ന് നമുക്കറിയാം. ഒരു ഉം. കൗൺസിലറിന് കിട്ടുന്ന ഓണറേറിയം എത്രയാണെന്ന് നമുക്കറിയാം. അത് വെച്ച് ഇംഗ്ലണ്ടിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റൂല ഫ്ലൈറ്റിൽ. പിന്നെ ഇന്ത്യക്കുള്ളിൽ വേണമെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ബാംഗ്ലൂരോ കോയമ്പത്തൂർക്കൊക്കെ നമുക്ക് 3000 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആര്യക്കുഞ്ഞാണ് നശിപ്പിച്ചത്, CPMൻ്റെ ഭരണം മാറ്റിയത്. പിന്നെ വന്നത് നമ്മുടെ രാജേഷാണ് വന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി തന്നെ തലസ്ഥാനത്തെ കോർപ്പറേഷനും കൂടെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻറ്റേജാണ്. ഉം. ഒരു റാപ്പോയിൽ നിൽക്കാൻ പറ്റും. അതാണ് ശബരിക്ക് ഇളകിയത്. എന്തായാലും എനിക്ക് മന്ത്രിയാവാൻ പറ്റിയില്ല, ജയിച്ചിരുന്നെങ്കിൽ ആയേനെ കേട്ടോ. അതിൽ നമുക്കൊരു കുറ്റം പറയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ IAS വനിതയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ദിവ്യ അയ്യർ അല്ലേ, ഉം. പേര് പറയാമോ എന്നറിയില്ല. അതിപ്പോൾ ഒരു IAS ഓഫീസറാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവർ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികയായിട്ടാണ് പല വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ വീഡിയോ പുറത്തു വരുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് LDFനോടൊരു ചായ്വുണ്ട് എന്ന് നമുക്ക് തോന്നും. ശബരി വളരെ അസ്വസ്ഥനാണ്. അച്ഛൻ മരിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം MLA ആയിട്ടൊരു പ്രൊഫഷണലാണ് വരുന്നത്. MLA ആയി. അത് കഴിഞ്ഞ് ഈ മേയർ കാൻഡിഡേറ്റായിട്ട് നിർത്തിയത് ശബരിയായിരുന്നു. അപ്പോൾ ശബരി ജയിച്ചു, പക്ഷേ പാർട്ടി തോറ്റു. എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൗൺസിലറായിട്ട് ഇരിക്കാൻ അദ്ദേഹത്തിന് അസ്വസ്ഥമായിട്ടുണ്ടാവും. MLA ആയിരുന്ന ആളല്ലേ. അപ്പോൾ MLA ആയിട്ട് നിന്നു, അതിൽ 4 നിലയിൽ പൊട്ടി. എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത്, ശബരിക്ക് തോന്നി ഒരു അവിശ്വാസം കൊടുത്തേക്ക്. ഇപ്പോൾ 50 പേരുണ്ടായിരുന്നതിൽ ഒരാൾ ജയിലിൽ കിടക്കുന്നു, വന്ന് വോട്ട് രേഖപ്പെടുത്താൻ പറ്റില്ല. 49ആയിട്ട് BJPയുടെ അംഗബലം കുറഞ്ഞിരിക്കുന്നു. 2 സ്വതന്ത്രന്മാരുണ്ട്. 2 ഉം. സ്വതന്ത്രന്മാരിൽ ഒരാൾ പരസ്യമായിട്ട് തന്നെ BJPയുമായിട്ട് സഹകരിച്ചു പോകുന്നു. അവർ അദ്ദേഹത്തിൻ്റെ അലയൻസ് ടുവേർഡ്സ് BJP ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഒരു സ്വതന്ത്രനുണ്ട്. അദ്ദേഹം കോൺഗ്രസ് വിമതനായി നിന്ന് ജയിച്ച ആളാണ്. അദ്ദേഹം പലപ്പോഴും വരാറില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് സഭയിൽ. സഭയല്ല, കൗൺസിലിൽ. അല്ലെങ്കിൽ അദ്ദേഹം വന്നാലും കാര്യമായൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പോലും അദ്ദേഹം വരുന്നില്ല, ഒപ്പിട്ട് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളും അവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനർത്ഥം അങ്ങേരെ നമുക്ക് മാറ്റി നിർത്താം. അതിലറിഞ്ഞോ? ഏ ഹർഷത് മേത്ത എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കർ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ സൂട്ട് കേസിൽ 500ൻ്റെ നോട്ട്
കയറ്റി വെച്ചിട്ടാണ് ഓരോരുത്തരെ സമീപിച്ചിരുന്നത്, ഉദ്യോഗസ്ഥന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഇവർ നോട്ടുകെട്ടുകളുമായി കോൺഗ്രസ് വിമതനെ ചാക്കിടുവാൻ വേണ്ടി നടന്നു എന്ന് നമ്മൾ അറിയുന്നു. മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തയാണ് അത്. നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം നമ്മളോട് പറയാൻ പോകുന്നില്ല. ചോദിച്ചാൽ പോലും അദ്ദേഹം എനിക്ക് എൻ്റെ പുറകെ കാശുമായിട്ട് വന്നിരുന്നു എന്ന് ജീവന് കൊതിയുണ്ട് കേട്ടോ. ശരിയല്ലേ? അപ്പോൾ സുഗതൻ ജിക്കെതിരെ കാപ്പ ചുമത്താണെങ്കിൽ ഇദ്ദേഹത്തിനെ കക്കാപ്പ ചുമത്തും അല്ലേ? കോൺഗ്രസിൻ്റെയാണ് ഭരണമിരിക്കുന്നത്. എന്തായാലും ആ സാഹചര്യത്തിൽ അവിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മാത്രമല്ല, ശബരി സ്വന്തമായി എടുത്തൊരു തീരുമാനമാണെന്നാണ് പറയുന്നത്. സംസ്ഥാന നേതൃത്വത്തെ നേതൃത്വത്തെ പോലും അറിയിക്കാണ്ട് പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ. നേതൃത്വത്തിനെ അറിയിക്കണം, പാർട്ടി പ്രസിഡന്റിനെ ആദ്യം അറിയിക്കണം. ഉം. കോർപ്പറേഷൻ്റെ അതുപോലെ ലോക്കൽ ബോഡികളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസാന വാക്ക് ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അല്ലെങ്കിൽ ജില്ലാ അധ്യക്ഷനുമാണ്. അവരാരും അറിയാണ്ട് സ്വന്തം ആക്രാന്തത്തിലെടുത്തതാണ്. അതിനുശേഷം പുറകെ കളിയാടിയിടാൻ വരുമോ നീ എന്നൊരു പാട്ടുണ്ട്. CPM-ൻ്റെ പുറകെ നടന്നു. CPM-ഉം കൂടെ സഹകരിച്ചില്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ ഉം. അവരിരിക്കുന്നത് 49-ൽ, രണ്ട് സ്വതന്ത്രന്മാർ 51, നമ്മൾ BJP-ക്കാർ 50. അപ്പോഴാണ് 101 ആവുന്നത്. ഈ 49 വോട്ട് കിട്ടിയാൽ പോലും സുഗതന് വരാൻ പറ്റില്ല, ജയിലിലാണ്. അപ്പോൾ 49-ലാണ് BJP ഇരിക്കുന്നത്. 49-ൽ BJP സ്വതന്ത്രനെ കൂട്ടി 50-ൽ നിൽക്കുന്നു. ഈ സ്വതന്ത്രനെയും കൂടെ ചേർന്നാൽ മാത്രമേ 50 ആകുള്ളൂ. കോൺഗ്രസിന് നമ്മൾ നേരത്തെ പറഞ്ഞ വിമതനും കൂടെ ചേർന്നാലേ 50 ആവുള്ളൂ. അപ്പോഴും അവിശ്വാസ പ്രമേയം പാസ്സാവില്ല. ഉം. അപ്പോൾ 50-50. ടോസ് ഇടും. ടോസ് എടുക്കുമ്പോൾ ഭാഗ്യം. അങ്ങനെ പാസ്സായാൽ ആര് ഭരിക്കും? ശരിയല്ലേ? അവിശ്വാസ പ്രമേയം പാസ്സായി എന്നുള്ളൂ. പിന്നെ അതിന് ഇലക്ഷൻ വരുന്ന സമയം അതിൻ്റെ രണ്ടാമതും വരും. ആരെയും മേയറെ അല്ല, തിരഞ്ഞെടുക്കുന്ന അപ്പോ ഇന്ത്യ മുന്നണി ഭരിക്കും. ഇന്ത്യ മുന്നണി ഭരിക്കാനായിട്ട് ഈ അല്ല, കോൺഗ്രസും CPM-ന് അപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു അവിശ്വാസ പ്രമേയത്തിന് നമ്മൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല എന്നുള്ളൊരു ബോധം. ആദ്യ സമയത്തൊക്കെ ഇവര് അവിശ്വാസ പ്രമേയത്തിന് വരും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും BJP ഭരണം ഇവിടെ അവസാനിപ്പിക്കും. ശിവൻകുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉം. BJP ഭരണം തലസ്ഥാനത്ത് സമ്മതിക്കില്ല അയാൾ എന്ന ആരാ രീതിയിലൊക്കെ. സമ്മതിപ്പിക്കാൻ? അല്ല, അതിന് അയാൾ വേണ്ടിയിട്ട് ആരാണ്? ആതിര, ഹൂ ഈസ് ഹി ടു സേ ദാറ്റ്? അങ്ങേരിപ്പോൾ ഒരു MLA പോലും അല്ല. അങ്ങേരുടെ പാർട്ടിയുടെ ഭരിക്കുന്നില്ല. ഗുണ്ടായിസം ഹൂളിഗാനിസം ഒക്കെ കാണിക്കാൻ പറ്റും. പക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിയമപ്രകാരമാണ്. അല്ലാണ്ട് അവിടെ പോയി നിന്ന് പണ്ട് എന്താണ് മാണിസാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ ഡെസ്കിൻ്റെ മുകളിൽ കയറി നടത്തിയ ശിവതാണ്ഡവമൊന്നും, ശിവൻകുട്ടി എന്നുള്ള പേരുകൊണ്ടാണ് ശിവതാണ്ഡവം എന്ന് പറഞ്ഞു, താണ്ഡവമൊന്നും നടക്കില്ല. എത്ര എന്താണ് കമ്പ്യൂട്ടറും ഈവൻ സ്പീക്കറുടെ ചെയർ വരെ വലിച്ചെറിഞ്ഞു. അതിൻ്റെ കേസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ ഭരിക്കുന്നുണ്ട്, CPM ഭരിക്കുന്നതുകൊണ്ടാണ് അതൊന്നും മുന്നോട്ട് പോകാതിരുന്നത്. RC രമേശ് ചെന്നിത്തല ആർജവത്തോടെ ആ കേസുകളും പിന്നോട്ട് കൊടുക്കുന്നത്. ഈ ശിവൻകുട്ടിയുടെ കാര്യമൊക്കെ പന്തില്ലാത്ത മീഡിയ പബ്ലിസിറ്റി അങ്ങേർക്ക് കൊടുക്കല്ലേ? ഹൂ ഈസ് ഹി? ഈസ് ഔട്ട് ഓഫ് ദ പിക്ചർ. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ടിപ്പോൾ ഞങ്ങൾ BJP ഭരിപ്പിക്കില്ല എന്നുകൊണ്ട് എന്തെങ്കിലും പറ്റിയോ? ഞാൻ പറയുന്നത് ഇപ്പോഴും ഇവരുടെ എന്താണ് പറയുന്നത്, കോൺഗ്രസ് വിമതനോട് കൂടി ചേർന്നിട്ടാണെങ്കിലും അവർക്ക് 50 ഉള്ളൂ. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്നൊരു മേയറെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോഴും BJP തന്നെ വരും. എല്ലാ 6 മാസത്തിലും ഒരു അവിശ്വാസം ഇന്ത്യൻ മുന്നണിക്ക് കൊണ്ടുവരാം. അതിൽ ലോട്ടിൽ ചിലപ്പോൾ അവർ ജയിക്കാം എന്ന് വരാം, ജയിച്ചു എന്ന് അവിശ്വാസത്തിൻ്റെ ലോട്ടിൽ. പിന്നെയും തിരഞ്ഞെടുപ്പുണ്ട് മേയറെ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇന്ത്യൻ മുന്നണി ഒരുമിച്ച് നിൽക്കുമോ? അതോടെ ഇന്ത്യൻ മുന്നണി ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടെങ്കിലും കേരളത്തിൽ മാറിയാലും നിൽക്കണേ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് അറബിക്കടലിലേക്ക് മുങ്ങിത്താഴേണ്ടി വരും. ജനം വലിച്ചെറിയും. ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയില്ല എന്നല്ലേ കാണിക്കുന്നത്. ഈ അധികാരം കിട്ടാൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കൗൺസിലിനെയാണ് അവർ താഴെ ഇറക്കാൻ നോക്കുന്നത്. അവർക്ക് ഭരിക്കാനൊരു സാഹചര്യം കൊടുക്കുന്നേ. അത്ര നന്നായിട്ട് എന്താണ് നമ്മളുടെ രാജേഷ് ബ്രോവിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഭരിക്കുന്നുണ്ട്. ഇപ്പോഴും എന്താ ആർജവത്തോടുകൂടി അദ്ദേഹം കാല് വയ്യ. ഞാൻ ആശാനാഥിനെ വിളിച്ചു. ആശയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നെഞ്ചത്തടിച്ച നെഞ്ചുകൂട് തകർക്കണ പോലെ അടിച്ച്. എത്രയോ കൗൺസിലർമാരെ ഞാൻ വിളിച്ച് സംസാരിച്ചു. ശ്രീലേഖ മാഡത്തിന് ഉൾപ്പെടെയുള്ളവരെ ഞാൻ വിളിച്ച് സംസാരിച്ചു. എല്ലാവരും ഇവർ കാണിക്കുന്ന എന്താ ശിവൻകുട്ടി പറഞ്ഞില്ല, അതാണ് ഇപ്പം പറയേണ്ടത്. ഭരിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് എക്സ്റ്റെൻറ്റിലേക്കും അവർ പോകും. അപ്പോൾ കുറച്ച് ദിവസം എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ശ്വാസം. ഇപ്പം രാജേഷ് ബ്രോയുടെ കാര്യമാണെങ്കിൽ എൻ്റെ കാലം ഒടിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടന്ന ഒരു ഇതിൽ ഒടിഞ്ഞിട്ടില്ല, ലിഗമെൻറ്റ് ടയർ. നമുക്ക് വടി കുത്തിപ്പിടിച്ചും ക്രച്ചസിലൊക്കെ പോകാൻ പറ്റും. പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ, ശ്വാസം കഴിക്കാൻ പറ്റിയില്ലോ, ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ, അങ്ങനെയുള്ള തരം താണ പ്രവൃത്തിയിലേക്കും ഇവർ പോകും. പക്ഷെ ഇതുകൊണ്ടൊന്നും
തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ചുണക്കുട്ടികളായ കൗൺസിലർമാർ, അവരെ തിരഞ്ഞെടുത്ത് കൗൺസിലിലേക്ക് അയച്ചിരിക്കുന്ന ജനങ്ങൾ ഒന്നും മണ്ടന്മാരല്ല. അവരും എല്ലാവരും കഴിക്കുന്ന അരിയാഹാരം തന്നെയാണ്. ഓരോ ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവർക്ക് ടെൻഷനാണ്. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പുറത്തേക്ക് വരില്ലേ, ഞങ്ങളുടെ അഴിമതികൾ പുറത്തേക്ക് വരില്ല. നമ്മൾ പല സന്ദർഭങ്ങളിലും ആ അഴിമതികൾ അക്കമിട്ട് നിരത്തിയത് കാരണം, ഈവൻ നമ്മളുടെ വിഴിഞ്ഞത്തുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ കാര്യം ഉൾപ്പെടെ ഓരോ മാർക്കറ്റുകളിലും അനധികൃതമായി CPM കയ്യേറി വെച്ചിരിക്കുന്ന കടമുറികൾ ഉൾപ്പെടെ ഉള്ള എല്ലാ എൻക്രോച്ച്മെൻറ്റുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചാണ്. അതുകൊണ്ട് മാത്രമാണ് ശിവൻകുട്ടി പറയുന്നത്, ഞാനിവിടെ ഭരിക്കാൻ സമ്മതിക്കില്ല, അതിന് താങ്കളുടെ അനുവാദം ഞങ്ങൾക്ക് ആവശ്യമില്ല മിസ്റ്റർ ശിവൻകുട്ടി. അത്ര തന്നെയുള്ളൂ. തീർച്ചയായും എന്തായാലും വീണ്ടും പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതും ഇരുചേരിയിൽ നിന്നിട്ട് ഒരുമിച്ച് പ്രതിഷേധങ്ങളുമായിട്ട് അതെങ്ങനെ പറ്റും? ഹൗ ക്യാൻ ദേ ഡു ദാറ്റ്? അവർ ഒരുമിച്ച് ഒരു കടലാസിൽ എഴുതി കൊടുക്കുകയും ഒപ്പിടുകയും ചെയ്താൽ മാത്രമേ അവിശ്വാസം പാസ്സാവുകയുള്ളൂ. രണ്ട് സൈഡിൽ നിന്ന് വെറുതെ സമരം ചെയ്യാം, കുറേ മഴ കൊള്ളാം, കുറേ ജലബീരങ്കി നല്ല വെള്ളം ഉണ്ടോയെന്ന് കുപ്പികളുമായിട്ട് വന്ന് വെള്ളം കോരി എടുക്കാം, അല്ലാണ്ട് കുറച്ച് ലാത്തി ചാർജ് മേടിക്കാം എന്നല്ലാണ്ട് ഒന്നും സംഭവിക്കില്ല. മേയറെ തടഞ്ഞിട്ട് എന്ത് പറ്റി? ആർജവത്തോടല്ലേ ആശ ഉൾപ്പെടെയുള്ള ലേഡി കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ട് കയറിപ്പോയത്? ഇങ്ങനെയാണോ? പോലീസുകാർ അവിടെ നിന്ന് മേയറിനും കൗൺസിലർമാർക്കും അവരുടെ ഓഫീസുകൾ കയറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട മേയർ രമേശ് ചെന്നിത്തല ഒരുക്കി കൊടുക്കേണ്ട പോലീസ് രമേശ് ചെന്നിത്തല എവിടെയായിരുന്നു? അങ്ങനെയൊക്കെ നാണാവില്ലേ? നാണം ഉണ്ടെങ്കിൽ അങ്ങേര് രാജിവെച്ച് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു മേയറിന്, തലസ്ഥാനത്തിരിക്കുന്ന ഒരു മേയറിന് പോലും പ്രൊട്ടക്ഷൻ, സ്വന്തം ഓഫീസിലേക്ക് കയറുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാത്ത രമേശ് ചെന്നിത്തല രാജിവെക്കണം എന്ന് പറഞ്ഞ് BJP ഒരു അജിറ്റേഷൻ തുടങ്ങിക്കളയാം. എന്താ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.